ഇതന്നെയാണോ മാഷ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ? നമ്മളെ ചിലപ്പോൾ സ്ട്രോങ് അല്ലാത്തോണ്ടായിരിക്കും. വാ നമുക്ക് മാഷിനോട് ചോദിക്കാം. പക്ഷെ മാഷിന്റെ കണ്ടീഷൻ വീഡിയോ കണ്ടായിരുന്നു, അതിനകത്ത് നല്ല ഹാർഡായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇത്രയും നാളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ എന്താ ഇത്രയും ഹാർഡായിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്യിക്കാത്ത മാഷെ? ഇതേപോലെ ഞങ്ങളെയും കൂടി എല്ലാ ദിവസവും ഹാർഡായിട്ട് കണ്ടീഷൻ ചെയ്യിച്ചാൽ ഞങ്ങൾ സ്ട്രോങ് ആകില്ല. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഇതാണല്ലേ? ഓക്കെ, ആ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു നാഷണൽ കോമ്പറ്റീഷന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള എൻ്റെ ട്രെയിനിങ് ബേസിലുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ക്യോകുഷിൻ എന്ന് പറയുന്ന മാർഷൽ ആർട്സിൻ്റെ ഒരു ട്രെയിനിങ് മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി കണ്ടീഷനിങ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു നാഷണൽ ടൂർണമെൻറ്റിന് പോകുന്നതിന് മുമ്പാണ് ഞാനത് ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും ഹാർഡായിട്ട് ചെയ്തത്. നമ്മുടെ നോർമൽ ക്ലാസ് എന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിങ് എല്ലാ ദിവസവും ചെയ്യുക എന്ന് പറയുന്നത് അത് ബോഡിക്ക് സ്ട്രോങ് ആക്കുന്നതിന് പകരം ബോഡിയെ വീക്ക് ആകത്തില്ല. അത് എല്ലാ ദിവസവും വന്നിട്ട് കുറേ ഇടിയും മേടിച്ച് കുറേ തൊഴിയും മേടിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ വീക്കാക്കും. നമുക്ക് എല്ലാ ട്രെയിനിങ്ങും വേണം. വെയിറ്റ് ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ പാഡ് ട്രെയിനിങ് വേണം, സ്റ്റാമിന ട്രെയിനിങ് വേണം, സ്പീഡ് ട്രെയിനിങ് വേണം. അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ് ബോഡി കണ്ടീഷൻ. പക്ഷെ അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും ഹാർഡായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത്രയും ഹാർഡായിട്ട് നിങ്ങൾ എപ്പോഴാണ് ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂർണമെൻറ്റ്, ഒരു കോമ്പറ്റീഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡിലാണ് അത് ചെയ്യുന്നത്. കാര്യം ആ ടൈമിലാണ് കോമ്പറ്റീഷൻ അടിക്കുന്ന സമയത്ത് ഒരു ഫൈറ്റർ അവൻ്റെ മാക്സിമത്തിലായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. ആ ടൈമിലാണ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ അത്രയും ഹാർഡായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ഡൗട്ട് മാറിയോ? മാറി. ഓസ്